ഹായ് ഓൾ. ഹായ്. ടാർജറ്റ് 2026 മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഡിസംബർ, അതായത് നമ്മളുടെ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലോട്ട് കടന്നിരിക്കുന്നു. എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പസിലോട്ട് വന്ന നിരവധി വിദ്യാർത്ഥികൾ, അവരെ അയച്ച മാതാപിതാക്കൾ, ഒരു പക്ഷേ പല പല കൺസേൺസ് ഒക്കെ അവരെ അലട്ടുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം. അതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ വന്ന സമയത്തിനേക്കാളും എത്രത്തോളം ബെറ്റർ ആയിരിക്കുന്നു അല്ലേ? ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പം, ഓരോ ക്ലാസ്സുകൾ കാണുമ്പോൾ, ഓരോന്നിനെക്കുറിച്ചും കൂടുതൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയൊരു പടി നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ ചോദ്യത്തിലും ഓരോ ക്ലാസ്സുകളിലുമൊക്കെ നമുക്ക് എത്രത്തോളം കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ബെറ്റർ ആയിരിക്കുന്നു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യേണ്ട സമയമാണിത്, ഈ ഡിസംബർ മാസം അല്ലേ? തീർച്ചയായിട്ടും സാറ് പറഞ്ഞപ്പോഴാണത്. പലരും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം, പരീക്ഷയോട് അടുക്കുന്ന സമയം, പ്രത്യേകിച്ചും ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിയറി പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് തീരുന്നു. എന്നിട്ട് നമ്മൾ മോഡൽ എക്സാമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മോഡൽ എക്സാം തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ജനുവരി ലാസ്റ്റ് തുടങ്ങുകയാണ്. അതെനിക്ക് തോന്നുന്നു ഇടയ്ക്കൊന്ന് പേരൻസിന്റെ ഒരു ശ്രദ്ധയ്ക്കായിട്ട് നമ്മുടെ ജൂൺ മുതൽ തുടങ്ങിയ റെഗുലർ ക്ലാസ്സുകളെല്ലാം NCERT ബേസിലുള്ള മുഴുവൻ ടോപ്പിക്കിന്റെയും ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് ഒരു ഡിസംബർ കൊണ്ട് അല്ലെങ്കിൽ ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ തീരും. പിന്നെ ചില ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് ഓഫ്ലൈനിൽ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഏതാണ്ട് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. ജനുവരി 25 നമ്മളുടെ യൂണിറ്റ് എക്സാം ആരംഭിക്കുകയാണ്. മുഴുവൻ NCERT ചാപ്റ്ററിനെയും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മുഴുവൻ NCERT ചാപ്റ്ററിനെയും 10 യൂണിറ്റുകളായിട്ട് തിരിച്ച് ആദ്യം നമ്മൾ യൂണിറ്റ് വൈസ് എക്സാം നടത്തും. ഫിസിക്സിൻ്റെ 2 ചാപ്റ്റർ, കെമിസ്ട്രിയുടെ 2 ചാപ്റ്റർ, ബോട്ടണി, സുവോളജിയുടെ 2-3 ചാപ്റ്ററുകൾ, അങ്ങനെ ഒരു യൂണിറ്റ് എക്സാം. നീറ്റിൻ്റെ എക്സാക്ട്ലി സെയിം പാറ്റേണിൽ അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളും ഉണ്ടാവും, നീറ്റിൻ്റെ അതേ സാധാരണ പാറ്റേണുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അങ്ങനെ മോഡലുകൾ നമ്മൾ നടത്തും. ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും നമ്മൾ ഈ യൂണിറ്റുകളെ ക്ലബ്ബ് ചെയ്യും, കമ്പൈൻഡ് യൂണിറ്റ് നടത്തും. മാർച്ച് 20 നമ്മൾ ഫുൾ യൂണിറ്റ് എക്സാം ബ്രില്യൻറ്റിൻ്റെ കീഴിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും, റിപ്പീറ്റേഴ്സ്, റെസിഡൻഷ്യൽ ബാച്ച്, ലോങ് ടൈം, ക്രാഷ്, എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് ഫുൾ ടോപ്പിക്കുകളുടെ മോഡലുകൾ എഴുതാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മളുടെ എല്ലാ വർഷത്തെയും പാറ്റേൺ. അപ്പോൾ അതിലോട്ട് കിടക്കുന്ന സമയമാണ്. ഈ യൂണിറ്റ് എക്സാമിൻ്റെ എല്ലാ ഷെഡ്യൂളും പ്രിന്റ് ചെയ്ത് വിദ്യാർത്ഥികളുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ? രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. കാരണം ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇപ്പോൾ ക്രിസ്മസിനൊക്കെ വരുമ്പോൾ തന്നെ അവരതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഫോൺ കോളുകളിലൊക്കെ വരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എങ്കിൽ പോലും അപ്പോൾ പറഞ്ഞെടുത്ത് വീണ്ടും തുടങ്ങുന്നു, പരീക്ഷ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇതുവരെ പോയതുപോലെ അല്ല, തിയറിയിൽ നിന്നൊക്കെ മാറി ഞങ്ങളിതേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നിടത്ത് കുട്ടികൾക്ക് ഒരു സീരിയസ്നെസ് ഉണ്ട്. ഒരു പക്ഷേ ചില കുട്ടികളെങ്കിലും അതിനെ ഓവർ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുമുണ്ട്. കാരണം പരീക്ഷ തുടങ്ങുന്നു, ഡെഫിനറ്റായിട്ടും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് അതിന് വേണം. കാരണം ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഫസ്റ്റ് മോഡൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ നീറ്റ് പരീക്ഷയാണ്. നിങ്ങൾ മെയ് 3 എന്താണോ എഴുതാൻ പോകുന്നത് അതിൻ്റെ ഒരു മിനി വേർഷൻ അത് തന്നെയായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട്, ഫസ്റ്റ് എക്സാം തൊട്ട് ഞങ്ങളുടെ പ്ലാനിങ് അത് തന്നെയാണ്. അപ്പോൾ ഇത് എഴുതുന്ന കുട്ടിക്കും മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും പരീക്ഷാ ഹാളിൽ മെയ് 3 നിങ്ങൾ എന്തായിരിക്കുമോ, നിങ്ങൾ എങ്ങനെയായിരിക്കുമോ, നിങ്ങളുടെ ചിന്തകൾ എന്തായിരിക്കുമോ, നിങ്ങളുടെ പ്രവൃത്തി എന്തായിരിക്കുമോ, അതിന് മുൻപേ ഉള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരിക്കുമോ, ഇതൊക്കെ തന്നെ ആയിരിക്കണം ഓരോ പരീക്ഷയുടെ മുൻപിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അതിനനുസരിച്ച് വേണം ഓരോ പരീക്ഷയും നിങ്ങൾ എഴുതാൻ. അതിനനുസരിച്ച് വേണം രക്ഷിതാക്കളും അവരോട് ഒരു പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നീറ്റ് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നത്, അതേ രീതിയിലാണ് തിരുത്തലുകൾ വേണ്ടത്. അപ്പൊ നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 100 മുകളിൽ നീറ്റ് എക്സാം ഉണ്ടോ? അത് നീറ്റ് എക്സാം അല്ല, അതെ അതെ, അത്രത്തോളം നീറ്റ് എക്സാമുകളുണ്ട്. ഇതിന്റെ ഈ പരീക്ഷകൾക്ക് മുമ്പ് പ്രിപ്പറേറ്ററി യൂണിറ്റുകളുണ്ട്, അതർ യൂണിറ്റിന്റെ മോഡൽ എക്സാമുകൾ, ഈ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ധാരാളം പരീക്ഷകളിലൂടെ കടന്നു പോകാനുള്ള, അപ്പം വളരെ സീരിയസ് ആയിട്ടാണ് ബ്രില്യൻറ്റ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓരോ ദിവസവും നീറ്റിൻ്റെ എക്സാം, ആ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ക്ലാസ് റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്, അവരെ ഇരുത്തുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്, വാല്യുവേഷൻ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു സീരിയസ് നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം ഒരേപോലെ കാണിക്കണം. കാരണം ആ ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് ഞാൻ മെയ് 2 എഴുതുന്ന പരീക്ഷ അല്ലെങ്കിൽ മെയ് 1 എഴുതുന്ന പരീക്ഷ കറക്റ്റ് ചെയ്യാം എന്നല്ല വിചാരിക്കേണ്ടത്. നമ്മുടെ കറക്ഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഫസ്റ്റ് എക്സാം മുതലാണ്. അവിടെ നിങ്ങൾ വന്ന്, അതായത് പരീക്ഷാ ഹാളിൽ അരമണിക്കൂർ മുൻപേ എത്തണം എന്ന് പറയുന്നിടത്ത് തുടങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എക്സാം ഹാളിൻ്റെ ആംബിയൻസിൽ നിങ്ങളുടെ ചിന്തകൾ പോലും നിങ്ങളുടെ കൺട്രോളിൽ വരണം. അപ്പോൾ മെയ് 3 നിങ്ങളുടെ കൺട്രോളിലേക്ക് ആ ചിന്തയെ കൊണ്ടുവരുത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ആയിരിക്കും. അതുകൊണ്ടാണ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. അതിൽ കൃത്യം 3 മാസം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ഷെഡ്യൂളിലൂടെ മാത്രം കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഓരോ പരീക്ഷയെയും എത്രത്തോളം സീരിയസ് ആയിട്ടാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിന് നിങ്ങൾ കൊടുക്കുന്ന സീരിയസ്നെസ് ഡെഫിനറ്റ് ആയിട്ടും ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സീരിയസ്നെസ്സിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെങ്കിലും ഒരാൾ അത് വന്നു കഴിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല, ഞാൻ ഇനിയും ഉണ്ടല്ലോ സമയം, 3 മാസം കൂടി കഴിഞ്ഞിട്ടല്ലേ പരീക്ഷ വരുന്നത് എന്ന് ചിന്തിക്കരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ നിങ്ങൾ എഴുതുന്ന 1ാമത്തെ യൂണിറ്റ് എക്സാം ആണ്. അവിടെ തുടങ്ങിയാണ് നിങ്ങളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും ഒരു മാനിപ്പുലേഷനാണ്, നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണ്. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷയൊന്ന് ഫേസ് ചെയ്തത്, ചിലപ്പോൾ നിങ്ങൾ എഴുതിയ വീക്ക്ലി എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളാകാം, ചിലപ്പോൾ വീക്ക്ലി എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടാത്ത കുട്ടികളാകാം, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ആൾക്കാരാകാം. എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് മെയ് 3 നിങ്ങളുടേതാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് എക്സാം എന്ന് പറയുന്നത്. അതിലേക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു എൻഡ് ഗെയിമിന്റെ, അതായത് തിയറിയുടെ ഒരു എൻഡ് പഞ്ചിലേക്കാണ് നമ്മൾ ഈ കടക്കുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് ടോപ്പിക്കുകൾ നമ്മൾ തീർന്നിട്ടുണ്ട്. ഒരു 90% തന്നെ ടോപ്പിക്കുകൾ തീർന്നിട്ടുണ്ട്. ഇനി ഈ ജനുവരി 26 വരെയുള്ള സമയത്ത് യഥാർത്ഥത്തിൽ റിവിഷൻ ചെയ്യാനുള്ള സമയമാണ് അല്ലേ? അല്ലാതെ ബാക്ക്ലോഗ്സിനെ കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്? ഇല്ല സർ, എനിക്ക് തോന്നുന്നു ബാക്ക്ലോഗ്സ് ഉള്ളവരുണ്ടാകാം, കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇപ്പൊ തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. പക്ഷേ ഇതിൽ കുറച്ച് കുട്ടികളെങ്കിലും എന്നെ ഒന്ന് ഡിസഗ്രി ചെയ്യും. കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ എൻഡ് ബഞ്ച് ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എങ്കിൽ പോലും കാരണം ഇപ്പോൾ ഉച്ചവരെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് 1 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതൊരു എക്സ്ട്രാ ടാസ്ക് കിട്ടുന്നത് പോലെ അല്ല തോന്നേണ്ടത്, മറിച്ച് ഞാൻ എത്രയും വേഗം പഠിച്ചെടുത്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമായിട്ട് വേണം കരുതാൻ. ഇത് പറഞ്ഞപ്പോൾ തന്നെ സാർ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇച്ചിരി ഒരു സമയം കൂട്ടിയത് കുറച്ച് കുട്ടികൾക്കെങ്കിലും അയ്യോ ഇത്രയും സമയം ഞാൻ പഠിക്കണോ, എങ്ങനെ ഞാൻ ഇരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരോടെല്ലാം ഞാൻ തിരിച്ചു കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എല്ലാവരുടെയും അല്ലെങ്കിൽ പോലും കുറച്ച് പേരുടെയും നമുക്കത് അയ്യോ ഇത്രയും സമയം കൂട്ടി ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അവരോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ സാക്രിഫൈസുകളും ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പോൾ നാളെ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ പ്രൊലോങ്ഡ് ആയിട്ട് ചിലപ്പോൾ ഒരു ന്യൂറൽ സർജറി ഒക്കെ ആണെങ്കിൽ അത്രയും പോകേണ്ട നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ വിശപ്പും ദാഹവും ഒക്കെ ഉപേക്ഷിച്ച ഒരു പേഷ്യന്റിന് വേണ്ടി ഒരു എമർജൻസി സോണിൽ ട്രയാഡ് സോണിൽ നിൽക്കേണ്ട നിങ്ങൾ 2 മണിക്കൂർ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാനേ പാടില്ല എന്ന് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. കാരണം നിങ്ങൾ അതാണ് എയിം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അഡാപ്റ്റേഷൻ ഇപ്പോഴാണെന്ന് മാത്രം കരുതിയാൽ മതി. ഇതിനെ ഒരിക്കലും ഒരു ബേർഡനായിട്ട് എനിക്ക് ഞങ്ങളുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഭാരമാണ് ഇതെന്ന് കരുതുന്നിടത്താണ് നമുക്ക് അവേഴ്സ് കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് ഇച്ചിരി എക്സ്റ്റെൻഡ് ആയി പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്കതൊരു ഭാരമായിട്ട് തോന്നുന്നത്. ഭാരമാണെങ്കിൽ അത് ഭാരമായിട്ട് കരുതുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ഒരു ഭാരം തലയിൽ വെച്ച് നമുക്ക് നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഭാരം എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയും വേഗം ഞാൻ ഈ തിയറി പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് പോവുകയാണ്, ഏറ്റവും ദൂരം കുറഞ്ഞു വരുവാണ്. അപ്പോൾ ദൂരത്തിനോട് അടുക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ നമ്മുടെ വേഗവും താളവും ഒക്കെ ഒന്ന് കൂട്ടേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ ഫോക്കസ് കൂട്ടേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഇതിനെല്ലാം വേണ്ട ഒരു അഡാപ്റ്റേഷൻ, അതാണ് നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതെന്ന് വേണം ഓരോ കുട്ടിയും കരുതാൻ. നിങ്ങൾ ഒരിക്കലും, കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ്, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിനെ ഒരിക്കലും ഒരു ഭാരമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അത് നിങ്ങളെ ഒന്ന് എന്താ പറയുക, നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒരു വിഗ്രഹം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഒരു മിനുക്ക് പണിയാണ്. ആ മിനുക്ക് പണിയിലാണ് ശരിക്കും അതിൻ്റെ സൗന്ദര്യം പുറത്തു വരുന്നത്. സോ നിങ്ങളെയും ഞങ്ങൾ അങ്ങനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ്. ആ മോൾഡിങ്ങിൻ്റെ ഭാഗമാവുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ വേണം ആ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ കുറച്ചു പേർക്കെങ്കിലും ഉള്ളൊരു ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കേണ്ടി വരുന്നു, ഡിസംബർ ഞങ്ങൾക്ക് വലിയൊരു ഹെക്റ്റിക് ഷെഡ്യൂൾ തരുന്നു എന്നൊക്കെയുള്ളൊരു ബോധം ഇല്ലാതാവും. പിന്നെ ധാരാളം ഇപ്പോൾ വെക്കേഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും
12 ദിവസങ്ങൾ വെക്കേഷനായിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം വളരെ ക്ലാസ്സുകൾ കുറവായിരിക്കും. ജനുവരി 26 വരെ വളരെ ക്ലാസ്സുകൾ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മൊത്തം ഒന്ന് റിവൈസ് ചെയ്യണം. കാരണം ഇനി യൂണിറ്റ് വൈസ് എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം റിവിഷനുള്ള സമയം കുറവായിരിക്കും. കാരണം 3 ദിവസത്തിനിടയിൽ നമ്മൾ 6 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് നോക്കാനുള്ള സമയം കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഓവറോൾ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള നമ്മുടെ ഷോർട്ട് നോട്ടുകളിലൂടെയും നിങ്ങൾ റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പെൻഡിങ് ടോപ്പിക് ഉള്ള കുട്ടികളാണെങ്കിൽ ഈ പെൻഡിങ് ടോപ്പിക്സ് ഒന്ന് തീർക്കാനായിട്ടുള്ള ശ്രമം ഇപ്പൊ തന്നെ നടത്തണം. വളരെ നീട്ടു പോകാതെ പെട്ടെന്ന് തന്നെ തീർക്കണം. ഈ 12 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന 12 ദിവസം, അത് 12 ദിവസവും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഞങ്ങൾ ഇവിടെ ആയാലും നിങ്ങൾ വീട്ടിൽ പോയാലും എവിടെ ആയാലും അത് ഉപയോഗപ്പെടുത്തി എത്രയും വേഗം പെൻഡിങ്ങുകൾ തീർത്ത് ഈ പറയുന്ന പോലെ പെൻഡിങ് ഇല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് NCERT-യിലൂടെ ഒന്ന് ഓടിച്ചു പോകാനുള്ള സമയമാണിത്. കാരണം യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ടു യൂണിറ്റ്, അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് മാറും. അതുവരെ നമുക്ക് എൻറ്റയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചില ടോപ്പിക്കുകളൊന്നും മറിച്ച് നോക്കാനോ, ഞാനത് ഉറപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചികഞ്ഞു നോക്കാനോ, ചില ഫോർമുലാസ് ഒക്കെ ഉറപ്പിക്കാനോ ഒക്കെയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു 12 ദിവസം പെൻഡിങ് ഉള്ളവർ അത് തീർക്കുക. പെൻഡിങ് ഇല്ലാത്തവർ അല്ലെങ്കിൽ പെൻഡിങ് ഉള്ളത് കുറച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കംപ്ലീറ്റ് റിവിഷൻ, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അത് മൊത്തത്തിൽ തന്നെ നമ്മളൊന്ന് വായിച്ച് പഠിച്ച് ഡൗട്ടൊക്കെ ഒന്നുകൂടെ ഒന്ന് എഴുതി വെച്ച് ആരോടെങ്കിലും പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഏതെങ്കിലുമൊക്കെ വീക്ക്ലി പരീക്ഷ എഴുതിയ സമയത്ത് ഒട്ടും കിട്ടാതെ പോയ കണ്ടന്റുകളാണെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് റീഅനലൈസ് ചെയ്ത് അതിലേക്കൊക്കെ എത്താനുള്ള ഏറ്റവും നല്ല ഒരു സമയമാണിത്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇനി നമ്മൾ മാർക്കിലോട്ടും അതുപോലെ തന്നെ നമ്മളുടെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ പോളിഷൊക്കെ ചെയ്യേണ്ട സമയങ്ങളാണ് മാർച്ച് മാസമൊക്കെ വരുമ്പോഴേക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്താനുള്ളൊരു സമയമാണ് ഈ ഡിസംബർ, ഇനിയുള്ള സമയവും ജനുവരി ഒരു അവസാനം വരെയുള്ള ആഴ്ചയും. അപ്പം സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവാനായിട്ട് കുറച്ചും കൂടെ ജൂൺ മുതൽ നിങ്ങൾ തുടങ്ങി, ഒരു പക്ഷേ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും റിപ്പീറ്റേഴ്സ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലോട്ടൊക്കെ ഒന്ന് ആയി വരാനായിട്ടൊരു സെപ്റ്റംബറൊക്കെ ആയപ്പോഴായിരിക്കും അതിൻ്റെ ഒരു താളം കണ്ടെത്തുക. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇനിയും ഒന്ന് റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ പരീക്ഷകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് എല്ലാം കൂടി ഒന്ന് നോക്കാനുള്ള സമയമാണ് ജനുവരി ഒരു 25 വരെയുള്ള സമയങ്ങൾ. അപ്പം ഓവറോൾ നന്നായിട്ട് ഈ സമയത്ത് നമുക്കൊരു ബയോളജിയിലൊരു NCERT-യുടെ ഒരു വായന പ്രാധാന്യമുള്ളതല്ലേ? തീർച്ചയായിട്ടും സർ. ബയോളജി NCERT-ക്ക് അപ്പുറം ഒന്നുമില്ല. ബൈൻഡ് ടു ബൈൻഡ് എന്ന് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ബൈൻഡ് ടു ബൈൻഡ് എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിനും മുൻപിലുള്ള സയന്റിസ്റ്റിന്റെ പേര്, പിന്നെ NCERT-യുടെ പുറകുവശത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ബൈൻഡ് ടു ബൈൻഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഓരോ വാക്കുകളും ഓരോ വേർഡുകളും നിങ്ങൾ NCERT-യിലൂടെ ഒന്ന് പോകേണ്ട സമയം, ഏറ്റവും അതിക്രമിച്ചിരിക്കുന്ന ഒരു സമയമാണെന്ന് പറയാം. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് എക്സാം എഴുതി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ എക്സാമുകളിലൂടെ ആയിരിക്കും റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമുകളിലൂടെ റിവൈസ് ചെയ്യുമ്പോൾ പോലും ഏതെങ്കിലും സെന്റൻസുകൾ വിട്ടുപോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ NCERT കൂടെ തന്നെ പോയാലേ പറ്റൂ. അപ്പോൾ മുഴുവൻ സമയവും ഇരുന്ന് NCERT വായിക്കാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് നമ്മൾ സ്റ്റിക്ക് ഓൺ ടു പർട്ടിക്കുലർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം ചില കുട്ടികൾ ഒന്ന് വായിക്കാനുള്ള സമയം ഉണ്ടാകും. പക്ഷെ ചില കുട്ടികളെ ക്വസ്റ്റ്യനിൽ മാത്രമായിരിക്കും. അപ്പോഴും ഞങ്ങൾ നിങ്ങളോട് പറയും, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യൂ എന്ന് പറയും. കാരണം ഇപ്പൊ പഠിക്കാൻ പറയുന്ന ഞങ്ങൾ ആ സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും തിരിച്ചായിരിക്കും പറയുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യൂ എന്ന് പറയും. അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ NCERT നന്നായിട്ട് തന്നെ വായിച്ചു നോക്കണം. വായിച്ചു നോക്കുന്നതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ഈ വായിച്ചു നോക്കിയതും ഷോർട്ട് നോട്ട്സും ഒന്ന് കമ്പയർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷോർട്ട് നോട്ട്സിൽ വിട്ടുപോയിട്ടുണ്ടോ, ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം വന്ന സമയത്തൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് അത്ര കംപ്ലീറ്റഡ് ആകണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റുകളെല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകില്ല. ഒരു പക്ഷേ 2-3 പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ, വീക്ക്ലി എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആ ഒരു പാരഗ്രാഫിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്യാനും, ടെക്സ്റ്റിൽ തന്നെ മാർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അതല്ല ഷോർട്ട് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ഷോർട്ട് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു മിസ്സിംഗ് ലിങ്ക് മാറ്റുന്ന ഒരു സമയമായിട്ട് വേണം ഈ ഒരു വെക്കേഷന് നിങ്ങളെ എടുക്കാൻ. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമുക്കറിയാം ജൂൺ മുതൽ നമ്മളിങ്ങ് വന്നു കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇപ്പം മാർക്ക് കൂടുന്നില്ല, അതുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കണമെന്ന് ചിലരെങ്കിലും ഒക്കെ മറ്റുള്ള കോഴ്സുകളെ കുറിച്ചും മറ്റുള്ള പരീക്ഷകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസക്കാലം. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ പരീക്ഷകളും എഴുതണം. അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതാണ് 2026 എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളെ അറിയിക്കും.
അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നേഴ്സിംഗ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിനകത്തെ ഏറ്റവും പ്രീമിയം യൂണിറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കണം നമ്മൾ പ്രവേശനം നേടേണ്ടത്. നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ചേരേണ്ടത്. അതൊക്കെ പിന്നീട് ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ നമുക്ക് സമയമുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. പക്ഷെ ഇപ്പം നമ്മൾ എവിടെ ചേരണം, ഏതൊക്കെ കോഴ്സുകൾ നല്ലതാണ്, എത്ര മാർക്ക് കിട്ടണം എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണം. കാരണം മാർക്കിനെ കുറിച്ചൊന്നും ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനാവില്ല. ഇതുവരെ നമ്മളത് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് തന്നെ നമ്മൾ ഈ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജൂണിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ജൂലൈയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനോട്ടുള്ള അപ്രോച്ച് എങ്ങനെയാണോ ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവനവന് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ഇനി പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കേണ്ടത് ഒരൊറ്റ കാര്യത്തിന് മാത്രമായിരിക്കണം. ഈ പറഞ്ഞ പോലെ ഞാൻ എവിടെയാണ് നിന്നതെന്ന് നോക്കാനല്ല, മറിച്ച് ഈ പ്രോഗ്രസ് കാർഡിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ സബ്ജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഏതാണ്. അപ്പോൾ ആ ചാപ്റ്റർ നോക്കിയിട്ട് വേണം. ഇപ്പം പല കുട്ടികളും ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട് ക്രിസ്മസ് വെക്കേഷന് ഞാൻ എന്താണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ വീക്ക്ലി എക്സാംസ് എഴുതിയ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഒരു റേഞ്ച് നിങ്ങൾക്ക് അറിയാം. ആ റേഞ്ചിനും താഴെ ഏറ്റവും കുറഞ്ഞു പോയ ഒരു ടോപ്പിക്, ആ ചാപ്റ്റർ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വായിക്കുക, ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കുക. ആ ചാപ്റ്ററിനെ ഡെഫിനറ്റ് ആയിട്ടും ഒരു പെൻഡിങ് ആയിട്ട് കരുതി തന്നെ പഠിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു ചാപ്റ്റർ ആസ് എ ഹോൾ അല്ല, ഒരു ചെറിയ കണ്ടന്റ് വിട്ടുപോയതാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയോ ഒരു മിസ്സിങ്, നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് കരുതിയ ഏതോ ഒരു ഭാഗം വന്നു പോയതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് തിരുത്താനുള്ള സമയമാണിത്. എവിടെയാണോ നിങ്ങൾക്ക് നഷ്ടം വന്നു പോയത്, അല്ലെങ്കിൽ ഈ തിയറി പഠിച്ച് തീർന്നപ്പോൾ ആ തിയറിയിൽ എവിടെയൊക്കെ നിങ്ങൾക്കൊരു ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ, ആ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് അടച്ച് തിയറി കംപ്ലീറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അടച്ചു വെക്കേണ്ട ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മന്താണ് നമ്മൾ പറയും അല്ലേ സാർ. ഡിസംബർ, ജാനുവരി നമ്മളെ സംബന്ധിച്ചും വളരെ ക്രൂഷ്യലാണ്, നിങ്ങളെ സംബന്ധിച്ചും ക്രൂഷ്യലാണ്. ചാപ്റ്ററുകൾ നമുക്ക് ക്ലാസ് എടുത്ത് തീർക്കാം. ജനുവരി ഒരു 10 കൂടിയെങ്കിലും മൊത്തം ക്ലാസ്സുകളും എല്ലാവരുടെയും നമ്മൾ തീർക്കും. കാരണം അതിനുള്ള സമയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഷെഡ്യൂള് നിങ്ങളും ഫോളോ ചെയ്യണം. അപ്പൊ അത് ആദ്യമൊക്കെ ചിലപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ വന്ന സ്ഥിതിക്ക് കുറച്ചൊരു മിസ്സിംഗ് ഒക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒക്കെ പലരും പറഞ്ഞു ാണ് എനിക്ക് അസുഖമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിരുന്നു, എനിക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല, ആ എക്സാം എനിക്ക് പാടായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഇപ്പം എന്താണ് എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, ഞാൻ CUET ആണോ എഴുതേണ്ടതെന്ന് നോക്കാനല്ല പ്രോഗ്രസ് കാർഡ് എടുക്കാൻ പറയുന്നത്. മറിച്ച് നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിങ്ങളുടെ കണ്ടന്റ് വൈസ് നിങ്ങൾക്ക് എന്താണ് കുറവ്, അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പ്രോഗ്രസ് കാർഡിലേക്ക് തിരിച്ചു പോവുക, അതൊന്ന് നോക്കുക. ഏത് ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തു നോക്കുമ്പോൾ അന്നത്തെ ദിവസം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതൊന്ന് എടുത്ത് നോക്കിയിട്ട് ഓക്കെ എനിക്ക് എവിടെയാണ് തെറ്റിപ്പോയത്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ എന്തുകൊണ്ട് തെറ്റിച്ചു, അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ്സ് വന്നു, അവിടെ എന്താണ് എന്ന് മനസ്സിലാക്കി അതൊന്ന് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യുക. നമുക്ക് ഡിസംബർ വെക്കേഷൻ അങ്ങനെയുള്ള ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് തിയറി കംപ്ലീറ്റ് ആയിട്ട് തീർത്ത്, ഇനി എന്തെങ്കിലും പെൻഡിങ്സ് ഉണ്ടെങ്കിൽ അതും തീർത്ത്, ബാക്ക്ലോഗ്സ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ബാക്ക്ലോഗ്സ് ഒരിക്കലും ജാനുവരിക്ക് അപ്പുറം കൊണ്ടുപോകാതെ തീർക്കാനുള്ള ഒരു നല്ല പ്ലാനർ സെറ്റ് ചെയ്ത് വെച്ച് വേണം നിങ്ങൾ വീട്ടിൽ പോകാൻ. ഡിസംബർ വെക്കേഷന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാനർ ഉണ്ടായിരിക്കണം. എനിക്ക് ഇപ്പോൾ പെൻഡിങ് ഉള്ളവരാണെങ്കിൽ എനിക്ക് ടോട്ടൽ ടോപ്പിക്സ് എത്ര പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഞാൻ എടുക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് എനിക്ക് എത്ര അവേഴ്സ് വേണ്ടി വരും, ഇത്രയും അവേഴ്സ് വേണമെങ്കിൽ ഒരു ദിവസം ഞാനത് എത്ര കൊടുക്കേണ്ടി വരും, ഇങ്ങനെയുള്ളൊരു റഫ് ഡേറ്റ നിങ്ങളുടെ മനസ്സിൽ വേണം. അതൊരു വെള്ള പേപ്പറിൽ എഴുതി വെച്ച് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ. റാൻഡമായിട്ട് നമ്മൾ പോയി വീട്ടിൽ ചെന്ന് ഞാൻ പഠിക്കാം എന്ന് പറഞ്ഞ് ഒരാളും ചെയ്യരുത്. നിങ്ങൾ പ്രത്യേകിച്ചും ബാക്ക്ലോഗ്സ് ഒക്കെ ഉള്ള ആൾക്കാർ കൃത്യമായിട്ടൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പ്ലാനർ, നിങ്ങൾക്ക് എത്ര അവേഴ്സ്, കൃത്യം അവേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ കൂടി ടോട്ടൽ എല്ലാം ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി, ചിലപ്പോൾ ചാപ്റ്റർ ആവാം, ചിലപ്പോൾ ഒരു കണ്ടന്റ് ആകാം, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആവാം, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റഫ് ഡേറ്റ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എത്ര മണിക്കൂർ എനിക്ക് വേണ്ടി വരും, അത്രയും മണിക്കൂറുകൾ ഞാൻ ചെലവിടണമെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന 12 ദിവസത്തിൽ 1 മണിക്കൂർ ഞാൻ എത്ര കൊടുക്കണം, ഓരോ സബ്ജക്റ്റിനും ഞാൻ എന്ത് കൊടുക്കണം. അവിടെ ഞാൻ ഒരിക്കലും സബ്ജക്റ്റിന് പ്രയോറിറ്റി പറയുന്നില്ല, ടോപ്പിക്സിന് പ്രയോറിറ്റി പറയുന്നില്ല. അവിടെ ഞാൻ പ്രയോറിറ്റി പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിന്റെ മാർക്കിനാണ്. കാരണം എല്ലാത്തിനും ഒരേ മാർക്കാണ്. ഏതിന് ചെയ്യാനും 4 മാർക്ക് കിട്ടും, ഏത് തെറ്റിയാലും -1 പോവുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ നമുക്ക് നിങ്ങൾക്ക് ഹാൻഡിലായിട്ട് തോന്നുന്ന ഏതാണോ അവിടെ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഡിസംബർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നു ഒരു മെഡിക്കൽ ഒരു കരിയർ എന്ന് പറയുന്നത്. നമ്മൾ ജൂണിൽ ജോയിൻ ചെയ്തു, നമ്മളൊരു 6 മാസത്തോളം നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചെയ്തു. പക്ഷെ പ്രയോറിറ്റിയിൽ നമ്മളുടെ ആ ഒരു സ്ഥിരോത്സാഹത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവരിലോട്ട് നോക്കുമ്പം
മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ഇത് പോരാ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇങ്ങനെയൊന്നും എനിക്ക് ആകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവരുടെ പ്രയോറിറ്റികളെ മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുപോകുന്നതായിട്ട് ഒരു ചെറിയ ന്യൂനപക്ഷത്തിനെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വേദനയോടെ പറയുകയാണ്, നമ്മളുടെ ഒരു എൻ്റർ കരിയർ എന്താവണം, നാം എന്തായി മാറണം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ധാരാളം സമയങ്ങളുണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ. ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ളത് ഈ പഠിച്ച ചാപ്റ്ററുകളെ ഏറ്റവും നന്നായിട്ട് പരിശീലിക്കാൻ, പരീക്ഷ എഴുതി, അത് തന്നെ വ്യക്തമായിട്ട് പറയാം, പരീക്ഷ എഴുതി അല്ലേ, പുതിയ പുതിയ ചോദ്യങ്ങളിലൂടെ പുതിയ ധാരാളം ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ടൈമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങൾ ഒരു രാജ്യത്തെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുക. അവിടെ നിന്നിട്ട് നമുക്ക് നമ്മളേതായിട്ട് മാറാനുള്ള ധാരാളം സാധ്യതകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അത് തിരിച്ചറിയപ്പെടണം. ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ചെറിയൊരു ഉഴപ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ഉഴപ്പും ഇവരുടെ മനസ്സിൽ തന്നെ ഇവരൊരു ചിന്തയുണ്ട് സർ. ഒരു പെർട്ടിക്കുലർ മാർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ആളിന് ഈ സമയത്ത് കിട്ടിയില്ല. ഇവരിങ്ങനെ പല ആൾക്കാരുമായിട്ട് ഭയങ്കര ഡിസ്കഷൻ, അതാണ് പ്രോബ്ലം. നമ്മളറിയാതെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗ്രൂപ്പ് ഹോസ്റ്റലുകളിലും ഒക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിന് കഴിഞ്ഞ വർഷം അബദ്ധത്തിനെങ്ങാനും ഈ മാർക്ക് കിട്ടിയിട്ട് റാങ്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും റെഫറൻസ്. നേരെ മറിച്ച് അതേ മാർക്കിൽ നിന്നിട്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ വാങ്ങിച്ച ഒരു കുട്ടി റെഫറൻസിലേക്ക് വരുന്നുമില്ല. തിരിച്ച് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റെഫറൻസ്. തൽക്കാലം അങ്ങനെയുള്ള റെഫറൻസുകളിലേക്കൊന്നും നമ്മൾ പോകണ്ട. നിങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഇതുവരെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി മിസ്സേ, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു എന്ന് പലരും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങളുടെ പരാതികളെല്ലാം മാറ്റാനുള്ള സമയമാണിത്. നിങ്ങൾക്ക് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് കുറഞ്ഞു പോയി എന്ന് നിങ്ങൾ ഇനി തോന്നാൻ പാടില്ല. ഇനി ഒരു ദിവസം 1000 ക്വസ്റ്റ്യൻ എന്നുള്ള റേഞ്ചിലേക്കാണ് നിങ്ങൾ. ക്ലാസ് ടൈമില്ല, നമ്മൾ 5.5 മണിക്കൂർ 6 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നത് ക്ലാസ് ഇല്ല, ക്വസ്റ്റ്യനിലേക്ക് മാത്രമാണ് നിങ്ങൾ പോകുന്നത്. ആ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യനുകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴേ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. അത് ഈ ഒരു ഡിസംബർ മാസത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മാർക്ക് കിട്ടിയ കുട്ടി ഇന്ന് അഡ്മിഷൻ കിട്ടാതെ പോയി എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തി ഒരുപാട് പേരോട് ചെന്ന് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നടക്കുന്നതിന് പകരം ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കൂ. നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു നിങ്ങൾ തന്നെ ഒന്ന് സിമ്പിൾ ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. +2 വരെ നിങ്ങൾ പഠിച്ചതാണോ ഇപ്പോൾ പഠിക്കുന്നത്? +2 പഠിച്ച അതേ ടെക്സ്റ്റ് ബുക്കാണ്, +2 പഠിച്ച അതേ ടോപ്പിക്സ് ആണ്, അതേ കണ്ടന്റ് ആണ്. പക്ഷെ അതുപോലെ ആണോ നിങ്ങൾ പഠിച്ചതെന്ന് സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ റേഞ്ച്, നിങ്ങളിപ്പം എവിടെ ആയിരുന്നു, നിങ്ങൾ അതേ സാധനം അതേ കണ്ടന്റ് പഠിക്കുമ്പോഴും നിങ്ങൾ ഇപ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു ആലോചന മാത്രം മതി, നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും. ആ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ പഠിക്കൂ, പരീക്ഷ എഴുതൂ. ബാക്കിയെല്ലാം സാർ പറഞ്ഞ പോലെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളാണ്. അഡ്മിഷൻ കിട്ടുന്നതും നമുക്ക് പോകുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് മാറുന്നതും ഇഷ്ടംപോലെ കിട്ടും. നിങ്ങൾ ഈ സമയത്ത് ജീവിതത്തിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഏറ്റവും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ എത്രത്തോളം നല്ലതായിരിക്കും. അപ്പോൾ ഈ 2025 ക്രിസ്മസ് ആഘോഷത്തെക്കായാലും ന്യൂ ഇയർ ആഘോഷത്തെക്കായാലും ഒന്നും കുറയ്ക്കണമെന്നല്ല, പക്ഷേ അതിനേക്കാളും നമുക്ക് മധുരമാക്കാൻ സാധിക്കും 2026 പുതിയ ക്യാമ്പസുകളും പുതിയ കൂട്ടുകാരും പുതിയ ഫാക്കൽറ്റീസും പുതിയ പരിചയങ്ങളും അനുഭവങ്ങളും ഒക്കെ. ആ അനുഭവങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ, ആഘോഷിക്കാൻ സാധിക്കണമെങ്കിൽ 2025 നമ്മൾ ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പുതിയ ചോദ്യങ്ങളിലൂടെയും പുതിയ മാർഗങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഇപ്പം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധ അല്ലേ. കാരണം അവർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ തെറ്റിക്കുന്നത്. അപ്പം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവർക്ക് ഇനി ഒരു വലിയൊരു ഗ്രൂപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് ശരിക്കും ഇനി മുതലായിരിക്കും നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾ ഇതുവരെ എനിക്ക് മാർക്ക് കുറവാണ് ഇങ്ങനെന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ അതിനെ കാര്യമാക്കി എടുത്തിട്ടേ ഇല്ല. കാരണം ഇനി പ്രത്യേകിച്ചും നിങ്ങൾ എൻറ്റയർ നീറ്റ് മോഡൽ പരീക്ഷ, അത് ഈ പറഞ്ഞ പോലെ റെസിഡൻഷ്യലുകാരും എല്ലാവരും ഒരുമിച്ച് എഴുതുന്ന ആ പരീക്ഷയിലേക്ക് വരുമ്പോൾ മാത്രമേ എത്രത്തോളമാണ് നിങ്ങൾ ഇട്ട പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന് എത്രത്തോളമാണ് ഇഫക്റ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് വിലയിരുത്താൻ പറ്റും. ആ വിലയിരുത്തലിൻ്റെ തുടക്കം പോലും ആയിട്ടില്ല. സോ ഈ ഒരു പോയിന്റിൽ നിങ്ങളെ വിലയിരുത്തുന്നതിന് പകരം ആ സമയം കൂടി നമുക്ക് ഇങ്ങനെയുള്ള ലൂസ് ടോക്സ് ഒക്കെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ടെന്നല്ല, സംസാരിക്കാം. പക്ഷെ അവിടെ പോലും നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടോക്സ് നമുക്ക്
അവോയ്ഡ് ചെയ്യാം. അങ്ങനെയുള്ള റെഫറൻസുകളും ലിങ്കുകളും ഒക്കെ നമുക്ക് മറക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. +2 വരെ ഞാൻ എന്തായിരുന്നു, ഈ ഒരു വർഷം ഞാൻ എന്താണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ഡ്യൂറേഷൻ എങ്കിലും ആലോചിച്ച് നോക്കിയേ. 45 മിനിറ്റിൽ 15 പ്രാവശ്യം ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന നിങ്ങളിപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ കൃത്യമായിട്ട് കേട്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങളിലെ വ്യത്യാസം. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ നെഗറ്റീവ്സിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളറിയാത്ത ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. നമ്മളത് പറഞ്ഞത് നമ്മളൊരു ചോദ്യത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ എത്ര സീരിയസ് ആയിട്ടാണ് കാണുന്നത്, അതിനെ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്, എത്രത്തോളം വേഗത നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും അവനവന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ജനുവരി ലാസ്റ്റോടുകൂടി നമ്മളുടെ യൂണിറ്റ് എക്സാമുകൾ ആരംഭിക്കും. അറൗണ്ട് ഏതാണ്ട് 15,000-ഓളം കുട്ടികളിൽ പകുതി കുട്ടികളായിരിക്കും എക്സാം ഒരു യൂണിറ്റ് എഴുതുന്നത്, മറ്റേ പകുതി അടുത്ത ദിവസം വേറൊരു ഗ്രൂപ്പായിരിക്കും എഴുതുന്നത്. അപ്പം ഇത്രയും നാളും 400 കുട്ടികൾ എഴുതിയതിൽ 1ാം റാങ്ക് ആയിരുന്നു, അല്ലെ 10ാം റാങ്ക് ആയിരുന്നു, 50ാം റാങ്ക് ആയിരുന്നു, 100ാം റാങ്ക് ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ അത്രയും പേരെഴുതുന്ന എക്സാമിലോട്ട് വരുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ 100-ലോട്ടും 100, 150-ലോട്ടും 150, 200-ലോട്ടും ഒക്കെ മാറും. അവിടെ ഒന്നും നമ്മളുടെ റാങ്കുകൾക്കല്ല പ്രാധാന്യം. നമ്മളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന പരസ്പരം ഉള്ള ആരോഗ്യകരമായൊരു മത്സരം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിനെ ഒരു നല്ല രീതിയിൽ നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷനാക്കി മാറ്റിയെടുക്കാനുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ളൊരു കഴിവിനാണ് ഈ റിവിഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ കഴിഞ്ഞു പോകുന്ന ടോപ്പിക്കുകളെയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് അല്പം കുറവുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ട ഒരു സമയം. അവിടെ ഒരിക്കലും എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അയ്യോ ഞാൻ തീർന്നു എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ആ യൂണിറ്റിലുള്ള എൻ്റെ കുറവാണത്, അതിനെ തിരുത്താനുള്ള അവസരമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1ാം റാങ്ക് കിട്ടിയ ഒരാൾ പെട്ടെന്ന് തന്നെ 100ാം റാങ്കിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അതൊരു ആക്സെപ്റ്റൻസ് പ്രോബ്ലം നമുക്ക് വരുത്തും. പക്ഷെ വരുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാ ഞാൻ തീർന്നു, ഇവിടെ തീർന്നു, ഇനി പറ്റില്ല എന്നല്ല വിചാരിക്കേണ്ടത്. ആ യൂണിറ്റിൽ ചിലപ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം അന്ന് ഞാൻ ആ യൂണിറ്റിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കൂടെ ഉള്ള ആൾക്കാർ അവർ ഒരുപക്ഷെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിച്ചവരാകാം, അല്ലെങ്കിൽ നിങ്ങൾ ലീസ്റ്റ് ആയിട്ട് കരുതി അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതിയ ഒരു കാര്യം അവർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ വേണ്ടാന്ന് കരുതിയ ഫോമുല ഒരുപക്ഷെ അവർ കുറച്ചുകൂടെ ഓർത്തിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ ഒരു സെൽഫ് അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും താഴെ പോകാനുള്ള ഒരു അനാലിസിസ് അല്ല, മറിച്ച് എൻ്റെ കുറവ് എന്താണ്. കാരണം ഈ ഒരു യൂണിറ്റിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ തെറ്റുകൾ ആവർത്തിക്കരുത്. അപ്പോൾ റാങ്കിൽ ഫ്ലക്ച്വേഷൻ വന്നോട്ടെ, ഉറപ്പായിട്ടും വരണം. എങ്കിലല്ലേ നമുക്ക് എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മെയ് 3ാം തീയതി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടിരിക്കട്ടെ. ഓരോ പ്രാവശ്യം നിങ്ങൾ ഡൗണിലേക്ക് പോകുമ്പോഴും ഒരു പന്ത് പോലെ ഇടിച്ച് തെറിച്ച് വരാൻ പറ്റണം. അതിന് ആ തെറിച്ച് വരാൻ പറ്റുമ്പോഴാണ് എത്ര കുഴിയിലോട്ടോ വീണോട്ടെ, പക്ഷെ കുഴിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബൗൺസിങ് കപ്പാസിറ്റിയാണ് കൂടി വരേണ്ടത്. അങ്ങനെ കൂടുമ്പോൾ ഹെൽത്തിയർ ആയിട്ടുള്ള വേറെയും ഒരു കാര്യം, നിങ്ങൾ അത്രയും ലക്കിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളോടൊപ്പമാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഇവർ തന്നെ ആയിരിക്കും മെയ് 3ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിനപ്പുറം അയ്യോ ഇതിനേക്കാളും വലിയ കുട്ടികൾ ഞാൻ എന്താവും അങ്ങനെ ഒരു ചിന്ത ബ്രില്യൻ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതെ, അതുകൊണ്ട് അത് ഭയങ്കര ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അതിനെ ഏറ്റവും ഹെൽത്തിയർ ആയിട്ട്, മാനസികമായിട്ട് ഏറ്റവും ഹെൽത്തിയർ ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക, ശാരീരികമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങളെ കാണുക. ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കുക. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഇപ്പം താഴെ പോയി, സാരമില്ല, കുഴപ്പമില്ല, ഐ ക്യാൻ കം ബാക്ക്. ആ ഐ ക്യാൻ കം ബാക്ക് എന്നുള്ളിടത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റും. അത് ഓരോ സ്കൂളിലും ഓരോ നാട്ടിലും പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ പാർട്ടായിരിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ വിചാരിച്ചാൽ നാളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത്, അത് മെഡിക്കൽ കോളേജ് ആവട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, ഇനി ഏതെങ്കിലും റിസർച്ച് ഓർഗനൈസേഷൻസ് ആവട്ടെ, എവിടെ ആയാലും അവിടെ നിങ്ങളെ കൊണ്ട് എത്താൻ പറ്റും. അതിന് നിങ്ങൾ ഒരിക്കലും കൈവിടാത്ത നിങ്ങളുടെ ഒരു ആത്മവിശ്വാസവും നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്കും നിങ്ങളുടെ എഫേർട്ടും, ഇത് രണ്ടും മാത്രം മതി. പിന്നെ എപ്പോഴും പറയും പോലെ ഒരു സിസ്റ്റം തന്നെ, ഒരു ഫാമിലി തന്നെ നിങ്ങളോടൊപ്പം. ഓക്കെ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.